അതുപോലെ എൻ്റെ ചാനലിൻ്റെ കീവേഡിലും ഞാൻ ഹൗ ടു ഇനി ഇതുവരെയും മോണിറ്റൈസ്ഡ് ആകാത്ത ചാനൽസിനെ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യത്തെ പറ്റി പറയാം. ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ചാനലിൽ എത്ര ഷോർട്സും വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടും നിങ്ങളുടെ ചാനൽ റീച്ച് ആവുന്നില്ലേ? നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനും ഷോർട്സിനും ഒക്കെ 10-100 വ്യൂസ് മാത്രമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഈ ഒരു സെറ്റിങ്സ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഇന്ന് യൂട്യൂബിൽ റീച്ചായി നിൽക്കുന്ന പല ക്രിയേറ്റേഴ്സും അവരുടെ ചാനൽ റീച്ച് ആക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ വീഡിയോസിൻ്റെ വ്യൂസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ട്രിക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സെറ്റിങ്സ് ആണ് ചെയ്യേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഈ പറയുന്ന സെറ്റിങ്സുകളെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം മോണിറ്റൈസേഷൻ സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് എന്താണ് ആ സെറ്റിങ്സ് എന്ന് പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. നമ്മുടെ ചാനലിൽ എവിടെയാണ് ഈ ഒരു സെറ്റിങ്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിന്റെ മുകളിലായിട്ട് സെർച്ച് ബാറിൽ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് ക്രോം ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അവിടെ ലോഗിൻ എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. കുറച്ച് ലോഡിംഗ് എടുക്കും. അപ്പോൾ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ നമുക്കിവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേജിലാണ് നമുക്ക് പ്രധാനപ്പെട്ട സെറ്റിങ്സ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തു, അങ്ങനെ മാത്രം ചെയ്താൽ പോരാ. നമ്മളുടെ ചാനലിൽ അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കേണ്ട കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. ഇനി പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സ്. അപ്പോൾ ഈ ഓപ്പണായി വന്ന പേജിൻ്റെ ഇടത് സൈഡിലെ ഏറ്റവും താഴെയായിട്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മറ്റൊരു പേജിൽ 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. ഒന്നാമത്തേത് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫ്യൂച്ചർ, രണ്ടാമത്തേത് ഇന്റർമീഡിയറ്റ് ഫ്യൂച്ചർ, മൂന്നാമത്തേത് അഡ്വാൻസ്ഡ് ഫ്യൂച്ചർ. ഞാൻ ഈ പറയുന്ന 3 സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള നമുക്ക് പ്രധാനപ്പെട്ട സെറ്റിങ്സുകൾ ഓൺ ആക്കിയത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇതിൽ ഒന്നാമത്തെ ഫ്യൂച്ചറായ സ്റ്റാൻഡേർഡ് ഫ്യൂച്ചർ നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയി തന്നെ എനേബിൾ ആയിട്ടുണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ ഫ്യൂച്ചർ ഇന്റർമീഡിയറ്റ് ഫ്യൂച്ചർ ഒരു ഫോൺ നമ്പർ വെച്ചിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഫ്യൂച്ചർ അഡ്വാൻസ്ഡ് ഫ്യൂച്ചർ ഒരു വാലിഡ് ID വെച്ചോ 6 സെക്കൻഡിൻ്റെ ഒരു സെൽഫി വീഡിയോ വെച്ചോ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐ ബട്ടണിലും കൊടുത്തേക്കാം. അപ്പോൾ ഈ സെറ്റിങ്സ് നിങ്ങൾ ചെയ്താൽ മാത്രമേ അടുത്ത് ഞാൻ ഈ പറയുന്ന പ്രധാനപ്പെട്ട സെറ്റിങ്സ് നിങ്ങൾ ചെയ്തതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇനി ചെയ്യേണ്ടത് ഇവിടെ ബേസിക് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. താഴെയായിട്ട് കീവേഡ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ചെയ്യാതെ മറ്റെന്ത് നിങ്ങളുടെ ചാനലിൽ ചെയ്തിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ പ്രോപ്പറായിട്ടുള്ള കീവേഡുകൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബിൻ്റെ ഫീഡിൽ വരികയും അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഷോർട്സും ഒക്കെ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ വളരെയധികം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ കീവേഡ്സ് കൊടുക്കുന്നതെന്ന് നമുക്ക് പറയാം. ഒത്തിരി പേര് എന്താണ് കീവേഡ്സ് എന്നൊക്കെ പറഞ്ഞു തരുമെങ്കിലും ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അതിൻ്റെ കറക്റ്റ് പ്രൊസീജിയർ ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഏത് കണ്ടന്റ് ആണോ ചെയ്യുന്നത് ആ കണ്ടന്റുമായി ബന്ധപ്പെട്ട കീവേഡ് നിങ്ങൾക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ ചാനലിൽ പിന്നെ യൂട്യൂബ് ടിപ്സ് ആണ് എൻ്റെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ ഹൗ ടു ഗ്രോ യൂട്യൂബ് ചാനലിൽ നിന്നും യൂട്യൂബ് ടിപ്സ് എന്നൊക്കെ ഉള്ള കീവേഡ്സ് ഇവിടെ കൊടുക്കാം. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ചാനലിൽ ഏത് കണ്ടന്റ് ആണോ നിങ്ങൾ ചെയ്യുന്നത് അതേ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് എവർഗ്രീൻ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട കീവേഡ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആദ്യം നിങ്ങൾ കീവേഡായിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ ചാനലിൻ്റെ പേരാണ്. അപ്പോൾ അതിനുശേഷം ഇനി എന്താണ് എവർഗ്രീൻ കണ്ടന്റ് എന്നതിനുള്ള ഒരു എക്സാമ്പിൾ പറയാം.
അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഇപ്പോൾ അതിൽ ഒരു എവർഗ്രീൻ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു മേക്ക് കേരള സ്റ്റൈൽ ചിക്കൻ കറി, അതുപോലെ തന്നെയാണ് ഹൗ ടു മേക്ക് ഹൈദരാബാദി ദം ബിരിയാണി. ഇതൊക്കെ ഈ ഒരു ടോപ്പിക്കുകൾ എക്കാലവും അതായത് എവർഗ്രീൻ ടോപ്പിക്കുകളാണ്. എപ്പോഴും നമ്മുടെ വ്യൂവേഴ്സ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു കീവേഡ്സ് നിങ്ങളുടെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരുടെ ചാനലിൽ ഈ ഒരു വീഡിയോസ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോസ് അവർക്ക് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അതുവഴി നിങ്ങളുടെ ആ ഒരു വീഡിയോസിന് എപ്പോഴും നിങ്ങൾക്ക് വ്യൂസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. എവർഗ്രീൻ ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഹൗ ടു ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ എന്ന്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് 1,00,000-ൽ പരം വ്യൂസ് ലഭിച്ചിട്ടുമുണ്ട്. എനിക്കിപ്പോൾ അതിൽ നിന്ന് വ്യൂസ് ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ ടൈറ്റിൽ ഹൗ ടു ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ എന്നും അതുപോലെ എൻ്റെ ചാനലിൻ്റെ കീവേഡിലും ഞാൻ ഹൗ ടു ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഒത്തിരി ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്കാണ് ഹൗ ടു ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ എന്ന്. അങ്ങനെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഈ കീവേഡ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് യൂട്യൂബ് എൻ്റെ വീഡിയോസും അവരിലേക്ക് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് അതിൽ ഇപ്പോഴും വ്യൂസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എവർഗ്രീൻ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ എവർഗ്രീൻ ടോപ്പിക്കുകൾ കണ്ടെത്തി അതിൽ നിന്ന് നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയും ഇതുപോലെ നിങ്ങൾ കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വൈറലാകും. ആ ഒരു ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങളുടെ വാച്ച് ഓവറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. ഇനി ഇതുവരെയും മോണിറ്റൈസ്ഡ് ആകാത്ത ചാനൽസിന് എന്ത് കീവേഡാണ് കൊടുക്കേണ്ടതെന്ന് ഒരു ട്രിക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ എന്ത് കണ്ടന്റ് ആണോ ചെയ്യുന്നത് ആ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഇന്ന് യൂട്യൂബിൽ റീച്ചായി നിൽക്കുന്ന മറ്റു ചാനലുകളെ കണ്ടെത്തി ആ ചാനലിന്റെ നെയിം നിങ്ങളുടെ ചാനലിന്റെ കീവേഡായിട്ട് കൊടുക്കുക. ഇനി എന്തിനാണ് ഇപ്പോൾ റീച്ചായി നിൽക്കുന്ന ചാനലുകളുടെ പേര് നിങ്ങളുടെ ചാനലിന്റെ കീവേഡ് ആയിട്ട് കൊടുക്കേണ്ടതെന്ന് പറയാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ചായി നിൽക്കുന്ന ചാനലുകൾ തന്നെയായിരിക്കും അവരുടെ വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവരുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ച കണ്ടന്റുകൾ നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അവരെന്ത് ക്യാപ്ഷനാണോ ഇട്ടത് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഒരു വ്യൂവർ അവരുടെ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം പിന്നെ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോസ് ആയിരിക്കും അതിന് താഴെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി അവർ ആ വീഡിയോ കാണുകയും നിങ്ങൾക്ക് അതുവഴി തന്നെ വ്യൂസും വാച്ച് ഓവറും ഒക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യത്തെ പറ്റി പറയാം. ഇനി മറ്റു ചാനലുകളുടെ പേര് നിങ്ങളുടെ ചാനലിന്റെ കീവേഡായിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ മറ്റു ചാനലുകളുടെ പേര് നിങ്ങൾ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്യുക. മറ്റ് ചാനലുകളുടെ പേര് കീവേഡായിട്ട് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ ഈ ഒരു സെറ്റിങ്സ് ഒക്കെ ചെയ്ത് നമ്മുടെ ചാനൽ സെർച്ചിലേക്ക് കൊണ്ടുവരേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂട്ടേണ്ടതെന്നും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് മോണിറ്റൈസേഷൻ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല, റീയൂസ്ഡിന്റെ പ്രോബ്ലം ഉണ്ട്, അതുപോലെ യൂട്യൂബുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.